നമ്മുടെ വീടുകളിൽ ഇന്ന് ഗ്യാസ് അടുപ്പും ഇൻഡക്ഷൻ കുക്കറുമാണ് വാഴുന്നത്. നമ്മളുടെ അടുക്കളയുടെ രൂപവും ഭാവവുമെല്ലാം മാറിക്കഴിഞ്ഞു. വിറകടുപ്പിൽ ഭക്ഷണം വയ്ക്കുന്നത് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഏറെ സ്വാദോടെ ഭക്ഷണം കഴിക്കണമെങ്കിലും ഏറെ ക്ഷമയോടെ ഭക്ഷണം പാകം ചെയ്യണമെങ്കിലും വിറകടുപ്പ് തന്നെ വേണം. ഗ്യാസ് അടുപ്പിൽ അത്യാവശ്യം ഭക്ഷണം പാകം ചെയ്യാൻ അറിയുന്ന എനിക്ക് വിറകടുപ്പിൽ ഭക്ഷണം വെക്കുക എന്നത് ഒരു സ്വപ്നമായിരുന്നു. വിറകടുപ്പുകളുള്ള അടുക്കളകൾ കരിപുരണ്ട ജീവിതങ്ങളല്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ അമ്മ വിറകടുപ്പിൽ വെക്കുന്ന ഭക്ഷണവും അതിൻ്റെ സ്വാദും. പറയുമ്പോൾ എൻ്റെ കൗമാരകാലത്തിൽ എവിടെയോ വായിച്ച ഒരു കവിത എനിക്ക് ഓർമ്മ വന്നു. ഈ കവിത എഴുതിയത് ആരാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ വരികൾ ഇങ്ങനെ തന്നെയാണെന്നോ എനിക്കറിയില്ല. കവിത ഇതാ ഇങ്ങനെ പോകുന്നു. അടുക്കളയിലെ കരിയും പുകയുമാണ് അമ്മ, അമ്മ വെച്ച കഞ്ഞിയും കറിയുമാണ് ഞാൻ. എത്ര അർത്ഥവത്തായ വാക്കുകളാണല്ലേ. ഈ കവിത ആരുടേതാണെന്നറിയാൻ എനിക്ക് ഏറെ ആഗ്രഹമുണ്ട്. ഈ കവിത ഇങ്ങനെ തന്നെയാണോ എന്നറിയാനും എനിക്കേറെ ആഗ്രഹമുണ്ട്. ഈ വരികൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഏറെ നാളുകൾക്ക് ശേഷം വിറകടുപ്പും ചുറ്റുപാടും വൃത്തിയാക്കി ഊണ് തയ്യാറാക്കി. അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എല്ലാം ചെയ്തത്. ഭക്ഷണം പാചകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുക്കളയിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന് ഞാൻ സാക്ഷിയായി. അരി വെന്ത് ചോറാവുന്നതും ചോറ് വീണ്ടും വെന്ത് കഞ്ഞിയാവുന്നതും ഞാൻ കണ്ടു. കെട്ടുപോയ കണൽ വീണ്ടും ഊതി ഊതി കത്തിക്കുക എന്നുള്ളത് പ്രയാസമേറിയ ഒരു ശ്രമമാണ്. മനുഷ്യജീവിതവും ഇങ്ങനെയല്ലേ. ഇടയ്ക്ക് കെട്ടുപോയേക്കാവുന്ന കനലാണ് ജീവിതം. അത് പ്രതീക്ഷയോടെ വീണ്ടും ഊതി ഊതി കത്തിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ അതിൽ വിജയിക്കുന്നു, മറ്റു ചിലരോ പരാജയപ്പെട്ടു പോകുന്നു. വളരെ കുറച്ച് വിഭവങ്ങളടങ്ങിയ ഊണാണ് ഇന്ന് ഞങ്ങൾ തയ്യാറാക്കിയത്. ചോറ്, മീൻകറി, തോരൻ, പിന്നെ മീൻ വറുത്തതും. വിറകടുപ്പിൽ പാചകം ചെയ്യാൻ പഠിച്ച നിർവൃതിയോടെ ഇനി ഊണ് കഴിക്കാം. ഏറെ സ്വാദുള്ള ഒരു പുതിയ പരിശ്രമം. ഈ പരിശ്രമത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്.